വളരെ ക്ലാരിറ്റിയോടെ നല്ല രാഷ്ട്രീയം പറയുമ്പോഴും ശീതൾ 1980-കളിലാണ്. അന്ന് ഇറാനിലെ അൽ-അസർ സർവകലാശാലയും അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനിയും ചേർന്ന് ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ ഇറക്കുന്ന ഒരു ഫത്വ വിവാദമാവുന്നുണ്ട്. അത് വലിയ കേസാണ്. 2 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഒരു ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറക്കുമ്പോൾ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് കോലം കെട്ടികളെന്നാണ്. അതുമാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഇപ്പോ ആണുമായും പെണ്ണുമായും ഞാൻ യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച ബീഷ് വരെ ശിഖണ്ഡിയെ മുൻനിർത്തി ആ യുദ്ധത്തിലേക്ക് പോയി എന്നുള്ളൊരു വിശ്വാസധാരയുടെ ഭാഗമാണത്. മാത്രമല്ല, ഇപ്പോഴും അവഹേളനപരമായി ശിഖണ്ഡി എന്ന് വിളിക്കുന്ന വലിയ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഇത് മതഭേദങ്ങളില്ലാത്തൊരു കളക്റ്റീവ് ഗ്രൂപ്പിനോടാണ് ശീതളിന്റെ കമ്മ്യൂണിറ്റിയുടെ പോരാട്ടം. എളുപ്പമാണോ ശീതൾ? ഹാഷ്മി ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഹാഷ്മി ഏതെങ്കിലും ഒരു വീഡിയോസ് ഇടുമ്പോൾ ഹാഷ്മിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വാക്കായിരിക്കും മാധ്യമ ഹിജഡ എന്നുള്ളത്. ഉറപ്പായും ഹിജഡ എന്ന വാക്കിന്റെ അർത്ഥം ദൈവദൂതർ എന്നാണ്. മുഗൾ രാജവംശകാലത്ത് പെർഷ്യയിലെ പാഴ്സി എന്ന വാക്കിൽ നിന്നാണ് ആ വാക്കുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് മുഗൾ രാജവംശകാലത്ത് അക്ബറിന്റെയും ഷാജഹാന്റെയും ഒക്കെ കൊട്ടാരങ്ങളിൽ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് വസിച്ചിരുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ചിട്ടാണ് ക്ഷേത്രം പണിയുന്നത്. ആ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം. ബാർബറി എന്ന് പറയുന്ന ഒരു ഹോമോസെക്ഷൽ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ബാർബർ ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ഈ മതവിഭാഗത്തിലെ ആളുകൾ ഇതിനെ എതിർക്കുന്നത്. അത് ഞങ്ങളെ മാത്രമല്ല, തട്ടടാത്ത സ്ത്രീകളെല്ലാവരും പിഴച്ചവരാണ്. മതവിഭാഗം മാത്രമല്ല, ഇപ്പൊ നമ്മുടെ റഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് കമ്മ്യൂണിസ്റ്റിന്റെ കളിത്തോട്ടിലായിരുന്ന റഷ്യയിൽ ഈ ട്രാൻസ്ജെൻഡർ റീഅസൈൻമെന്റ് സർജറിക്ക് ബാനാണ്. അവിടെ ശീതൾ ശ്യാം അവിടെയാണെങ്കിൽ ഭീകരവാദിയാണ്. നിങ്ങളുടെ സംഘടന അവിടെ ഭീകരവാദികൾ അവിടെ നിരോധനം നേടുന്ന സംഘടനയാണ്. ആന്റി ഗേ ലോ ഒന്നല്ല പല ലോകളും റഷ്യയിൽ ഉണ്ടാവുന്നു. അപ്പം ഈ മതവിഭാഗങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയം മാത്രം ചിന്തിക്കുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഈ പറയുന്ന അസ്തിത്വത്തിന് ഒരു വിലയില്ല. ഇതിൽ ആശ്വസിക്കുള്ള കാര്യം, മിക്ക രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള വിവേചനമുണ്ട്. അപ്പൊ മമ്മൂക്ക അഭിനയിച്ച കാതൽ എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യാൻ സാധിച്ചു. 5 അറബ് രാഷ്ട്രങ്ങളിലാണ് അത് നിരോധനം ഏർപ്പെടുത്തിയത്. എന്തുകൊണ്ടായിരിക്കാം എന്നത് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. റഷ്യയിൽ 2018 ഒളിമ്പിക്സ് നടത്തേണ്ടതെന്ന് ഒളിമ്പിക്സ് കമ്മിറ്റി അസോസിയേഷൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം റഷ്യയിൽ LGBT കമ്മ്യൂണിറ്റിക്ക് വിവേചനം നടക്കുന്നു എന്നുള്ളതിലാണ്. വിവേചനം എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞ ഭീകരവാദികളെ പ്രശ്നം മതമല്ല, രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് അതിനെതിരെ ഒളിമ്പിക്സ് കമ്മിറ്റി എടുത്ത ഉത്തമമായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ബ്രസീലിൽ ഒളിമ്പിക്സ് അവതരിപ്പിക്കുമ്പോൾ അവിടെ പ്രധാന അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് ലോകമറിയുന്ന മോഡലായ ട്രാൻസ്ജെൻഡർ മോഡലായിരുന്നു അവിടെ പ്രധാന അതിഥിയായി പങ്കെടുത്തത്. UN പോലും റഷ്യയിൽ ഇത്തരം വിവേചനത്തിനെതിരെ അപലപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഞാൻ റഷ്യ എടുത്തു പറയാനുള്ള കാരണം, ഇപ്പൊ അറബ് രാജ്യങ്ങളിൽ വെച്ച് ഞാൻ റഷ്യ എടുത്തു പറയാനുള്ള കാരണം, റഷ്യക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പൈതൃകമുള്ള രാജ്യമാണ്. ഉണ്ട്. എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളും പലതരത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇന്ന് ഇസ്ലാമിക് ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ അവരെ ഇരട്ടത്തപ്പോടു കൂടി തന്നെയാണ് മറ്റൊരു മനുഷ്യൻ നോക്കുകയുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു, അന്താരാഷ്ട്ര ലിറ്ററേച്ചർ ഫെസ്റ്റിവല്. സാഹിത്യ വിവരണം എന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ സാഹിത്യ വിവരണം എഴുതുന്ന പ്രധാനപ്പെട്ട ബുക്ക് എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് മുസ്ലിം നാമധരണമാണ്. അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് റൂം ബുക്ക് ചെയ്തു. അവിടെ ചെന്ന് തൻ്റെ ആധാർ കാർഡ് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ റൂം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് കേട്ടത്. ഇത്രയും നാളും അദ്ദേഹം യാത്ര ചെയ്യുകയും 9ഓളം പുസ്തകം അദ്ദേഹം ഇറക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ സംസാരമാണ് ഞാൻ ഇന്നലെ കേട്ടത്. അതിനെ വളരെ അത്ഭുതപ്പെടുത്തുകയും ചിന്തിക്കുകയും ചെയ്തു, വേദനിപ്പിക്കുകയും ചെയ്തു. കാരണം നാളെ ഹാഷ്മിയോട് ഈ ചോദ്യം വരുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്നോടും ചോദിക്കും. കാരണം എന്റെ ജാതിയോ എന്റെ മതമൊന്നും ആരും തിരഞ്ഞു പോയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് വരുന്ന കമന്റുകളിൽ എന്റെ മാതാപിതാക്കളുടെ ജാതിയും മതവും ഒക്കെ വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. എനിക്കത് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഒരിടത്തും അത് പറഞ്ഞിട്ടില്ല. ഇവർക്ക് എങ്ങനെയാണ് അതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത് എന്നുള്ളത് അവരിത് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ പോലും സെർച്ച് ചെയ്യണമെങ്കിൽ, എന്നെ പോലെ സാധാരണ ഒരു വ്യക്തി സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഭൂരിപക്ഷത്തിൽ വരുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ അല്ലെങ്കിൽ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ, ചോദ്യം ചെയ്യപ്പെടുന്ന മനുഷ്യരെ, നിലപാട് പറയുന്ന മനുഷ്യരെ ഇവരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ശീതൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാരിയായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ വേദികളോട് കുറച്ച് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഇടതുപക്ഷത്ത് ഒരു പരിഗണന കിട്ടും എന്ന പ്രതീക്ഷയിലാണോ, അതോ ശീതളിന്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പല രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണ സംവിധാനത്തിൽ നിലനിന്നിട്ടുള്ള ഒരാളാണ്. ട്രാൻസ് പോളിസി കൊണ്ടുവരുന്നത്
പഴയ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിരുന്ന MK മുനീറാണ് പോളിസി കൊണ്ടുവരുന്നത്. പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പോളിസി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഒരു സർവേ ചെയ്യുന്നുണ്ട്. ഈ സർവേയുടെ 5 ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. ഈ സമയത്ത് തന്നെ ആ ഗവൺമെന്റുമായിട്ട് സംസാരിക്കാനും അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിക്കുവാനും അന്ന് ആദ്യമായിട്ട് ഒരു ജെൻഡർ കോൺഫറൻസ് കേരളത്തിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് സംസാരിക്കാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നീട് ഇങ്ങോട്ട് ബജറ്റ് അലോക്കേഷനും പോളിസി മേക്കിങ്ങിലൊക്കെ ഇതിന് കൂടെ നിൽക്കാൻ പറ്റുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കൂടെ ആയിരുന്നു. അല്ല, ശീതൾ, ആശയപരമായിട്ടാണ് ആ യോജിപ്പെങ്കിൽ ഞാൻ പറഞ്ഞ 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം സ്വവർഗ അനുരാഗം അവിടെ നിലനിൽക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ അംഗീകരിക്കപ്പെട്ടുവെങ്കിൽ 34 എത്തുമ്പോൾ ജോസഫ് സ്റ്റാലിന്റെ കാലത്ത് തന്നെ അത് കുറ്റവും നിയമവിരുദ്ധമാക്കപ്പെട്ടതാണ്. ഈ മതവിഭാഗങ്ങൾ എന്ന് പറയുന്ന പോലെ ചരിത്രപരമായി തന്നെ നോക്കിയാൽ കമ്മ്യൂണിസത്തിനും നിങ്ങളോടത്ര പ്രതിപത്തി ഇല്ല ശീതൾ. അത് എല്ലാ രാജ്യത്തും അങ്ങനെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അമേരിക്കൻ, യൂറോപ്പ്, ആഫ്രിക്കൻ ഇത്തരം ഭൂഖണ്ഡങ്ങളിൽ, ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ തന്നെ വളരെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ക്യൂർ സമൂഹം. സ്ത്രീകൾ അല്ലെങ്കിൽ വുമൺ ബോഡീസിന് അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇന്നും അതില്ലാത്ത രാഷ്ട്രങ്ങളുണ്ട്. നമുക്ക് ഇസ്രായേലിനും പാലസ്തീനും എടുക്കുമ്പോൾ ഗസയിൽ മരിച്ചു വീണ സ്ത്രീകളെ, കുട്ടികളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ആവുമോ? അവരുടെ ജീവിതങ്ങളെ കുറിച്ച്, അവർക്ക് നേരെ നടക്കുന്ന വിവേചനങ്ങൾ, അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, റേപ്പ് വിറ്റിങ്സ് ആവുന്നു, അവർ നിരന്തരം നേരിടുന്ന പീഡനങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നുണ്ടോ? അവരുടെ ജീവിതകഥ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക് ആയ രാജ്യം പോലും ആരുടെ ഒപ്പമാണ് നിന്നത്? നമ്മൾ കണ്ടതാണ്. അപ്പൊ മരിക്കപ്പെടാൻ പോകുന്നവരുടെ, വിവേചനം നേരിടുന്നവരുടെ കൂടെ നിൽക്കാനായിട്ട് അധികാര സ്ഥാനങ്ങൾക്ക് എപ്പോഴും താല്പര്യം കാണില്ല. അത് പ്രത്യേകിച്ച് ഒരു മാസ്കുലിൻ ബോധമാണ്, ഒരു ആണത്വ ബോധമാണ്. നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ മഹായുദ്ധങ്ങളൊക്കെ തന്നെ ആണുങ്ങളുടെ തീരുമാനത്തിലാണ്. സർവ്വ സൈന്യാധിപനും സർവ്വ അധികാരിയും ഒക്കെ നിൽക്കുന്നതും പുരുഷനാണ്. അപ്പം ഈ വർഗീയതയുടെയും അധികാരമോഹത്തിന്റെയും തീർച്ചയായിട്ടും ശീതൾ, പക്ഷേ അപ്പോഴും ഇടതുപക്ഷത്തോട് എന്തിനു ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു ന്യായം പരോക്ഷമായി പറയുമ്പോൾ പോലും ശീതൾ കരിക്കുലം കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ ഈ മതസംഘടനകളുടെ ഭീഷണിക്ക് വഴങ്ങി ഇപ്പോൾ ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്നുള്ളത് വിപ്ലവകരമായ തീരുമാനം, നമുക്ക് വളരെ ആവേശത്തോടെ ഞാനൊക്കെ ചർച്ച ചെയ്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും കമാന്ന് അക്ഷരം പിന്നുമിണ്ടാത്ത സർക്കാരാണ്. എന്തിന് കുടുംബശ്രീകളുടെ ഈ പറയുന്ന ഒരു പാഠ്യപുസ്തകമുണ്ടല്ലോ, ആ പാഠ്യപുസ്തകം പോലും ഇതേ ഭീഷണികൾ തുടർന്ന് പിൻവലിക്കേണ്ടി വരുന്ന സർക്കാരാണ്. അപ്പോൾ അവരിൽ നിന്നും ആത്മാർത്ഥമായി നിങ്ങൾക്കൊരു അനുകൂല നീതി ഉണ്ടാകും എന്ന് കരുതാം. വളരെ കാലമായിട്ട് എടുത്തിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് കേരളത്തിലെ സോഷ്യൽ ചേഞ്ചസ്. ഇപ്പം 2023 ആ തുടക്കത്തിലാണ് മദ്രാസ് ഹൈക്കോടതി ക്യൂർ അഫർമേറ്റീവ് സർജറീസ്, ക്യൂർ മനുഷ്യർക്ക് നേരെയുള്ള വിവേചനം, ക്യൂർ കൗൺസിലിംഗ് തെറാപ്പി ഒക്കെ നിരോധിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി സംസാരിച്ചത്. അന്ന് മദ്രാസ് ഹൈക്കോടതി സംസാരിച്ചത് പൊളിറ്റിക്സ്, ഫാമിലി സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം, ഹെൽത്ത്, ഈ സിസ്റ്റം മാത്രമല്ല ജുഡീഷ്യറി ഓൾസോ ഇത്തരം അവയർനെസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. അതായത് ജുഡീഷ്യറിക്ക് അടക്കം, നിയമബോധത്തിന് അടക്കം ഈ അവയർനെസ് കൊണ്ടുവരണം എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ആ ഒരു മാറ്റം കേരളത്തിൽ പറയുമ്പോൾ ഞാനിപ്പോ എസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കുറച്ച് പ്രചരണം കണ്ടു. എന്താണ് വെറുപ്പിന്റെ പ്രചരണമാണ്, അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം കാണിക്കുകയാണ്. ഇപ്പൊ ശീതൾ ശ്യാം തന്നെ നേരത്തെ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ, ഒരു ലോഡ്ജിൽ നിന്ന് ട്രാൻസ്ജെൻഡർ ആണ് എന്ന ഒറ്റ കാരണത്തിൽ പിടിച്ചിറക്കി കണ്ണീരോട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അധിക നാൾക്ക് മുമ്പല്ല. അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് ശീതൾ പറയുന്നത്? ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. അന്നൊന്നും എനിക്ക് അപമാനിക്കപ്പെട്ട ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് എന്നെ സഹായിച്ചത് ഒരു മിനിസ്റ്ററാന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. അന്ന് ശൈല ടീച്ചറാണ് എന്നെ സഹായിച്ചത്. ശൈല ടീച്ചറാണ് എന്നെ കോൾ ചെയ്തതും അയാളെ അറസ്റ്റ് ചെയ്യാനും അയാൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത്. അന്ന് ഒരു ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായതുകൊണ്ട് എനിക്ക് ആ സഹായം കിട്ടിയത്. പക്ഷെ സാധാരണ ഒരു ട്രാൻസ് കമ്മിറ്റി എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം സംഭവിച്ചു മനുഷ്യർക്കിടയിൽ. ശീതൾ ശ്യാം ആയതുകൊണ്ടാണ് വാർത്തയാവുന്നത്. ശീതൾ ശ്യാം ആയതുകൊണ്ടാണ് മമ്മൂട്ടി കൽപ്പറ്റ മാഷ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഒരു സാധാരണ ട്രാൻസ്ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുകയോ കേൾക്കരുത് എത്രയോ സംഭവങ്ങൾ ദിനേന എന്തോളം ഉണ്ടാവുന്നുണ്ടാകാം ഇതുപോലെ. അതെ, ഉണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ എംപവർമെന്റില് ഇന്ത്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് വളരെ നിശ്ചയത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ.